ഇപ്പോൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഖത്തറിൻ്റെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന സർവീസുകളെ ഇതെങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നറിയാൻ കേരളത്തിലെ 5 വിമാനത്താവളങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ 4 വിമാനത്താവളങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ ക്യാമ്പ് ചെയ്യുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ, കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ എന്നിവർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ, പെട്ടെന്ന് പറയൂ, അവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യനും ഇല്ല എന്ന് വേണം പറയാൻ. കാര്യം വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് മാലിയിലേക്കുള്ള വിമാനം മാത്രമാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഷാർജയിലേക്ക്, അബുദാബിയിൽ അടക്കമുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്തതായി അറിയിക്കുന്നുണ്ട്. 1:15 ഇന്ന് അബുദാബിയിലേക്ക് ഒരു വിമാനമുണ്ട്. അത് ഓൺ ടൈം എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതും ക്യാൻസൽ ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമുക്ക് അധികൃതരിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടുന്ന 17 വിമാനങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്ക് മിഡിൽ ഈസ്റ്റുകളിൽ നിന്ന് എത്തേണ്ടുന്ന 17 വിമാനം, ഇങ്ങനെ 34 വിമാനങ്ങളാണ് നിലവിൽ റദ്ദ് ചെയ്തതായി അറിയിച്ചിട്ടുള്ളത്. ഇതിൽ വ്യക്തിപരമായി ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റുകൾ അവർക്ക് ഇമെയിൽ സന്ദേശം വഴി ലഭ്യമാകും. റീഫണ്ട് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നടക്കും എന്നുള്ളതാണ്. കമ്പനികൾ മുഖേനയോ അല്ലെങ്കിൽ ഏജൻസി മുഖേനയോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ആ കമ്പനികൾ ബന്ധപ്പെടാം എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 34 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റദ്ദു ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിനു ശ്രീധരാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിവരങ്ങളുമായി ചേർന്ന്. ഇനി കോഴിക്കോട്ടേക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നമ്മുടെ പ്രതിനിധി ഗൂഗിൾ കെ വേണുഗോപാലിൻ്റെ. ഗൂഗിൾ, അവിടെയുള്ള അവസ്ഥ എന്താണ്? കാര്യം യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ല. ഗൾഫ് നാടുകളിലൊക്കെ തന്നെ മലയാളികൾക്കിടയിൽ ആശങ്കയുണ്ടെന്നവർ നമ്മുടെ വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയക്കുന്ന ഈ വേളയിൽ എയർപോർട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? കോഴിക്കോട് എയർപോർട്ടിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. ഇവിടെ നിന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട 22 സർവീസുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിപ്പൂരിലേക്ക് ഇവിടെ എത്തിച്ചേരേണ്ട 21 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. 2 സർവീസുകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സൗദി എയർലൈൻസിൻ്റെയും ഫ്ലൈനാസിൻ്റെയും 2 സർവീസുകൾ നടക്കുന്നുണ്ട്. റിയാദിൽ നിന്നാണ്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസിൻ്റെ സർവീസ് ഇങ്ങോട്ടേക്ക് വരികയും അത് 7:25 തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 9:45 ഇവിടുന്ന് പോകുന്ന സൗദി എയർലൈൻസിൻ്റെ ഒരു സർവീസ് കൂടി ഉണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് 9:45 കൂടിയിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോവും. ആഭ്യന്തര സർവീസുകളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു ജനങ്ങളുടെ ഒരു തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നേരത്തെ തന്നെ അറിയിപ്പുകൾ നൽകിയിരുന്നു. ഇന്ന് വൈകിട്ട് ഇന്ന് പൂർണ്ണമായിട്ടുള്ള ഇൻഡിഗോയുടെയും ഇന്ത്യൻ എയർലൈൻസിൻ്റെയും ഒക്കെ സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആളുകൾ കുറവാണ്. എങ്കിലും ഈ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോകാനും അവിടെ നിന്ന് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഇവിടെ എത്തിയതിനു ശേഷം ഫ്ലൈറ്റ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ നമ്മൾ ഇന്ന് ഇപ്പോൾ 7 മണിക്കാണ് ഇവിടെ എത്തിയത്. ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ സംഭവിച്ചത്. ഇന്നലെ 12 വരെ ട്രാവൽസ് ഏജൻറ്റിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഒരു ക്യാൻസലേഷൻ റിപ്പോർട്ട് കിട്ടിയില്ല. ഇവിടെ എത്തിയാലാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ സംഭവിച്ചത്. പാറക്കട, നാദാപുരം, കുറുവന്തേരി. അത്തരത്തിൽ കോഴിക്കോട് നിന്ന് ഇവിടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വിവരങ്ങൾ അറിയാത്തതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ റീഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 43 സർവീസുകൾ കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമുള്ള 43 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 2 സർവീസുകൾ നടക്കുന്നുമുണ്ട്. അത് റിയാദിലേക്കുള്ള സർവീസുകളാണ് നടക്കുന്നത്. സൗദി എയർലൈൻസിൻ്റെയും ഫ്ലൈനാസിൻ്റെയും സർവീസുകളാണ് നടക്കുന്നത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ തന്നത്. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലെ ഒന്നിലധികം വ്യോമപാതകൾ അടച്ചതുകൊണ്ട് ദുബായിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും എമിറേറ്റ്സ് അവസാനിപ്പിച്ചതായി, താൽക്കാലികമായി നിർത്തിവെച്ചതായി വാർത്ത വരുന്നു. ഇന്ന് UAE സമയം ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യാത്രക്കാർക്ക് തങ്ങളുടെ വിമാനങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ എമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാമെന്നും എമിറേറ്റ്സിൻ്റെ അറിയിപ്പിൽ പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ്. ലിഡിയ ജേക്കബ് തത്സമയം ചേരുന്നു. ലിഡിയ, അവിടെ എന്താണ് അവസ്ഥ? ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ള നേരത്തെ വിവരം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണോ? കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 12 മണി വരെയുള്ള കണക്കെടുത്താൽ അതിൽ 16 വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. മസ്കത്തിലേക്കും ജിദ്ദയിലേക്കുള്ള സർവീസ് റദ്ദാക്കിയിട്ടില്ല എന്നുകൂടിയുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ മസ്കത്തിലേക്ക് ഉള്ള ഒമാൻ എയർ വിമാനം 8:10 പുറപ്പെടേണ്ടതാണ്. ഒമാൻ എയർ വിമാനവും അതുപോലെ തന്നെ സൗദി എയറിന്റെ ജിദ്ദ വിമാനവും 11:30 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മസ്കത്തിലേക്കും ജിദ്ദയിലേക്കുമുള്ള
സർവീസ് റദ്ദാക്കിയിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചതിനാൽ അധികം യാത്രക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിൽ വന്നിരുന്നു. വലിയ ബുദ്ധിമുട്ടും ദുരിതവും ഉണ്ടായിരുന്നു. അവർ നമ്മളോട് സംസാരിച്ചത് കൂടിയാണ്. മാത്രമല്ല ഇന്നലെ പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പോയ ഒമാൻ എയർവേസ് അത് തിരിച്ചു വിളിച്ചിരുന്നു. അതിനെ തുടർന്ന് നിരവധി യാത്രക്കാർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് യാത്രക്കാർക്ക് കൂടി വിമാനം റീഷെഡ്യൂൾ ചെയ്ത് കിട്ടാനുമുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ എങ്ങോട്ട് പോകേണ്ടത്? ഇന്നലത്തെ വിമാനം തിരിച്ചു വിളിച്ച വിമാനത്തിൽ ഇത് വിമാനം റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയിട്ടില്ല. നേരായിട്ട് ഞാൻ ഇന്നലെ വന്നതാണ്, 11 മണിക്ക് ഇവിടെ വന്നതാണ്. 2:15 ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തു. 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്തതിന് ശേഷം റിട്ടേൺ വന്ന് 6:30 ഇവിടെ ലാൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ട് ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്തു. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിച്ച് വാങ്ങിച്ചു. പുറത്ത് പോകുന്നവർക്ക് പുറത്ത് പോകാം, അല്ലാത്തവർക്ക് ഹോട്ടലെടുത്ത് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. പൈസ ഉള്ളവരൊക്കെ ഹോട്ടലെടുത്ത് താമസിച്ചു, അല്ലാത്തവരൊക്കെ എവിടേക്കോ കിടന്നു. അത് തന്നെയാണ്. അതായത് കുറച്ച് പേർക്കൊക്കെ വിമാനം റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റീഷെഡ്യൂൾ ചെയ്യാനായി ബാക്കിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അത് വിമാനത്താവളത്തിൽ അതായത് എയർ കമ്പനികൾ പറയുന്നത് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഹോട്ടലിലേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള പലരും വിമാനത്താവളങ്ങളിൽ തന്നെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് 12 മണി വരെയുള്ള കണക്കിൽ 16 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. 4:30 വരെ. താങ്ക് യു. ലിഡിയ ജേക്കബാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തത്സമയം ചേർന്ന്. ഇനി കണ്ണൂരിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷെ, അവിടെ എന്താണ് അവസ്ഥ? കണ്ണൂരിൽ നിന്നുള്ള ചില വിമാനങ്ങൾ റദ്ദ് ചെയ്തതായി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ എയർപോർട്ട് സ്ഥിരീകരിച്ചോ? ഐസ്കെയിൻ, കണ്ണൂരിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടേണ്ട 6 വിമാനങ്ങളാണ് ഇന്ന് റദ്ദ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് മുന്നിലാണ്. രാവിലെ 7:05 അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ, 8:50 ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്, 9:35 അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ, വൈകിട്ട് 3 റിയാദിലേക്കുള്ള എയർ ഇന്ത്യ, വൈകിട്ട് 5 മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ, 7:25 ഫുജൈറയിലേക്കുള്ള എയർ ഇന്ത്യ. ഇങ്ങനെ 6 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയത്. 4 വിമാനങ്ങൾ കണ്ണൂരിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തേണ്ട വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ വളരെ കുറച്ച് ആഭ്യന്തര സർവീസ് മാത്രമേ ഇവിടെ ഇന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അത്രയും വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഇവിടെ ഇന്ന് എത്തിയിട്ടുമുള്ളൂ. നേരത്തെ തന്നെ അറിയിപ്പുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതിനാൽ ഈ വിദേശ സർവീസുകളിലേക്ക് ഉള്ള യാത്രക്കാർ ആരും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടില്ല. നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ മൊത്തം 10 വിമാന സർവീസുകളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റദ്ദ് ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.